ഹലോ ഗൈസ്, കിങ് ഓഫ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളൊരു പുതിയ ഗെയിമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ പേരാണ് റോബ്ലോക്സ്. ഗൈസ്, ഇത് കളിക്കണം എന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു ചാൻസ് കിട്ടിയത്. ഇന്ന് ഞാൻ കയറ്റി ഇന്ന് തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയ ഓരോ റോബ്ലോക്സിലും ഓരോ ലെവലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഇതിൻ്റെ ഗെയിമിൻ്റെ പേരാണ് 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ്. ഈ ഗെയിമിൽ നമ്മൾ കാട്ടിൽ കുറച്ച് കുട്ടികളെ റെസ്ക്യൂ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ റെസ്ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് അപകടങ്ങളുണ്ട്. ഒരു മോൺസ്റ്റർ, ബിയർ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മോൺസ്റ്റർ ഉണ്ട്. ആ മോൺസ്റ്റർ നമ്മളെ കൊല്ലും. കാട്ടിൽ ഇരുട്ടിൽ വരാൻ പറ്റില്ല. അങ്ങനെ ഒരു മോൺസ്റ്ററായി നമ്മൾ രക്ഷപ്പെടണം. അപ്പോൾ ഞാനിതിൽ 22 ഡേ കളിച്ചു കിട്ടാ. 22 ഡേ ആൾക്കാർ പരസ്പരം ചാറ്റ് ചെയ്ത് ഓൺലൈൻ ഗെയിം വേണ്ട. പ്ലീസ് ഗീവ് പറയുന്നത് ഗൈസ്. ഇതിലുണ്ടാ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ടെലിപ്പോർട്ട് ടീമൊക്കെ കളിക്കാം. നമുക്ക് ടീമാവണം. ഇപ്പം ടീമാവും അല്ലേ? ആ ടീമായി. ഞാനും എൻ്റെ വേറെ നടക്കണം. ഇത് 99 ഡേ പറയുന്നുണ്ടെങ്കിലും പക്ഷെ കുറേ ഡേ ആൾക്കാർ സർവൈവ് വരുന്നു. ഇതിലെ കിഡ് ഉണ്ട്. ആ കിഡുകളെ റെസ്ക്യൂ ചെയ്യണം. ആ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് മോൺസ്റ്റർ തന്നെ. അപ്പോൾ ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മോൺസ്റ്ററിനെ ആരാധിക്കുന്ന കുറച്ച് ചാത്തസേവൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരും കൊല്ലണം. നമ്മളെ കൊല്ലാൻ വരും. ഇപ്പോൾ ഫസ്റ്റ് ക്യാമ്പ് ഫയർ കത്തിക്കാനാണ് പറയുന്നത്. ഇത് ക്ലാസ് ക്യാമ്പ് ഫയർ എന്തൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഗുഡ് സാക്ക് അല്ല ഓൾഡ് സാക്ക്, അതിൽ 5 സാധനങ്ങൾ നിറക്കാൻ പറ്റും. ഓൾഡ് ആക്സ്, ഫ്ലാഷ് ലൈറ്റ്. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാട്ടോ. കുറച്ച് പൈസ ഇതിലൊരു പോയിന്റ് അത് കൊടുത്തിട്ട് വാങ്ങിയതാ. നമുക്ക് ശരിക്കും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടണ ഫ്ലാഷ് ലൈറ്റില്ല. അപ്പോൾ ഇതിനെ പറയാൻ ശ്രമിക്കണം. നമ്മൾ ഈ വുഡ് ലോഗ ഉണ്ട്. ഈ ലോഗ നമ്മൾ കത്തിക്കല്ല വെട്ടി നമ്മൾ സാക്കിലാക്കിയാൽ മതി. ഇത് 2 മരങ്ങളും ഒപ്പി മുറിയോ? നല്ല ഇതായല്ലേ. ഇപ്പോൾ 6 കിട്ടും. 2 ഒപ്പം മുറിഞ്ഞു. ഇതാദ്യമായിട്ടൊരു ഗ്ലിച്ച് വേനാണ്. അപ്പം മുറിക്കിട്ട് നീയാ അതാ മുറി. ഇപ്പം നമുക്ക് ഒന്നാകണ്ട് കത്തിക്കണം ഗൈസ്. കണ്ടാ, അങ്ങനെയാണ് ഈ ഗെയിം ഗൈസ്. മനസ്സിലായില്ലേ? മാപ്പ് കത്തിക്കുക അല്ല, മാപ്പല്ല, അത് ക്യാമ്പ് ഫയർ കത്തിക്കുക. പക്ഷെ നമ്മളെ കൂടെ ഒരാളില്ലായിരുന്നു. ആളെവിടെ? സ്പിരിറ്റിന് മണ്ട ഗൈസ്. ഇതിൽ പിന്നെ ഓരോ ഹൗസും ഉണ്ട്. ഈ ഹൗസിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണം. ചിലപ്പോൾ ഗണ്ണ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ഈ ചെസ്റ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം. കിട്ടും ഗുഡ് സാക്ക്. നമ്മളിതിൽ 5 ഇറക്കാൻ പറ്റും. ഇനി ഇതിൽ 15 ഇറക്കാൻ പറ്റും കേസ്. ഇതൊക്കെ നല്ല സാധനങ്ങളായി ഗെയിമിൽ. നമുക്ക് ഈ കസാരകളൊക്കെ നിറക്കട്ടെ. ഈ കസാരകൾ നമ്മളെ സാധാരണ ഒരു വുഡൊക്കെ ഉണ്ടാവില്ല. ആ വുഡ് 5 വുഡിൻ്റെ പവറാണ് ഒരു കസാരക്ക്. അങ്ങനെയൊക്കെ ഉണ്ട് കേസ്. ഇവിടെ ഫുള്ള് അടിച്ച് പെറുക്കാം. ഈ നട്ടൊക്കെ ഈ നട്ട് ഉണ്ട്. അത് സ്ക്രാപ്പാണ്. അത് നമുക്ക് അരച്ചിട്ട് ക്രാഫ്റ്റ് ടേബിളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാം. അതിനൊക്കെയാണ് ഈ നട്ട് ഉപയോഗിക്കുക. ഇവിടെ ഈ ഓൾഡ് റേഡിയോൻ്റെ ഉള്ളിലൊക്കെ ഇതുണ്ടാവും, മെറ്റലുണ്ടാവും. ഈ മെറ്റൽ വെച്ചാൽ സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് എടുക്കാം നമുക്ക്. ഇതിനുള്ള എന്തെങ്കിലും ഉണ്ടാവും. കോള് കത്തിച്ച് നല്ല ഫയർ കിട്ടും. ക്യാമ്പ് ഫയർ കെട്ടാൽ പണിയാണ് ഗൈസ്. ക്യാമ്പ് ഫയർ കെട്ട ആകെ മൂഞ്ചു. കാരണം ക്യാമ്പ് ഫയർ കെട്ട ആ മോൺസ്റ്റർ പിടിച്ചോണ്ടാവും. അത് നടക്കുന്നു. നമുക്ക് തൽക്കാലം ഇതിപ്പോൾ കത്തിക്കാൻ വേണ്ട. ഇല്ല, നമ്മളെ കൂടെയുള്ള ആളുണ്ട്. അയ്യോ, ഒക്കെ മരം കത്തിച്ചറിയത്. ക്യാമ്പ് ഫയർ ഓൾമോസ്റ്റ് ഔട്ട്. കോളുണ്ടാ. ഇത് ക്രാഫ്റ്റ് ടേബിൾ. നമുക്ക് ഒരു മാപ്പ് ഉണ്ടാക്കാം. 15 കൂട്ടുണ്ട്. 3 കൂട്ട് മാപ്പ്. പിന്നെ ക്രാഫ്റ്റ് ടേബിൾ അപ്ലോഡ് ചെയ്യുക. ഈ സൺഡോ എന്ന് അറിയാൻ ഡിയാലാണ് ഇത് പറഞ്ഞിട്ടാണ്. നമുക്ക് രാവിലെ രാത്രി ടൈമില്ല. ആ ടൈം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും കഴിഞ്ഞിരുന്നത് കോമ്പസ് എന്ന് പറഞ്ഞു. ഈ മാപ്പ് നീ അവൻ അങ്ങോട്ടൊക്കെ പോയി നമുക്ക് അറിയാൻ പറ്റുമോ? ചിലപ്പോൾ ഡെഡായിട്ടുണ്ടാവും. ഗൈസ്, നമ്മൾ ഒറ്റക്കായിട്ടാ. അവൻ ലെഫ്റ്റായിപ്പോയി. അപ്പോൾ ഗൈസ് ഒറ്റ കളിക്കണം നമ്മൾ. അതൊക്കെ മോശമുണ്ടാ. ഈ മോശം ഫ്ലാഷ് എടുത്ത് പോകും. വെളിച്ചം പേടി മോശം പേടിയാ പോട്ടെ.
ആടാ പേടിച്ചോ. അതാണ് ഗൈസ് മോൺസ്റ്റർ. അതാണ് മോൺസ്റ്റർ. ഈ സാധനം ഇട്ടല്ലോ ചെയ്യും. ടൈം ഉണ്ടാ 40-39 സെക്കൻഡിൽ ഇത് രാവിലെ ആവും. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ആളെ കാണാൻ ആള് പോയി. ആള് നൂപാതുണ്ട്. എൻ്റെ എത്ര കളിച്ചിട്ട് ചെയ്യാം. ഈ കോളെടുത്ത് നമുക്കിത് കത്തിക്കാൽക്കാലം. മാപ്പ് വലുതാക്കി. ഈ മാപ്പ് വലുതാക്കി നമുക്ക് കുറേ ലൊക്കേഷൻ കിട്ടും. ഈ ക്യാമ്പ് ഫയർ കത്തിച്ചാൽ അവിടെ എന്തോ വീടുണ്ടല്ലേ. എന്താ നിങ്ങളുടെ കാര്യം എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ. ഇവിടെ എന്തോ വീടുണ്ടല്ലോ. ആ ഇതല്ലേ രാവിലെയായി. അവിടെ എന്താ കണ്ട അവിടേക്ക്. അയ്യേ വേറെ ഒന്നല്ല, മരം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. ഇതിലൊക്കെ ഉണ്ടോ അവിടെ? ഗൈസ് ഇവിടെ അടുത്ത വീടുണ്ട്. ഈ വീടുകൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പോവാം. ഈ ട്രാഷ് കാനിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. റേഡിയോ ഇതിലുള്ള നല്ല മെറ്റലുണ്ട്. പക്ഷേ ഗൈസ് കവലിനോട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അവനും പോയപ്പോൾ ആ ധൈര്യം പോയി. കാരണം കുറച്ച് പവർ ആവുകയാണെങ്കിലേ നമ്മളും കുറച്ച് പവർ ആയിരുന്നു. അപ്പോൾ എനിക്ക് നമ്മളെക്കാട്ടി വലിയ പേടിയാണ്. അത് ചത്തല്ലേ. ചത്താൽ നമ്മളെ മുകളിൽ അലേർട്ട് വരും. അലേർട്ടല്ല, ഇത് വരും, ചത്തുപോയി എന്നറിഞ്ഞിട്ട്. പക്ഷെ ഇവൻ ലെഫ്റ്റ് പോയതാ. സ്പിയർ കിട്ടി കേസ്. സ്പിയർ എന്ന് പറഞ്ഞാൽ ഈ കുന്താണ്. കുന്തിട്ട് കുത്തി നല്ല ഹെൽത്ത്. ഈ കൾട്ട് ടീം വരും. ഇവരെ റിവോൾവർ ആമോ ഗണ്ണിൻ്റെ ആമോ കിട്ടും. പക്ഷെ ഗണ്ണ് ചെയ്യാനുള്ളത് ഗണ്ണിൻ്റെ ആമോ കിട്ടും നമുക്ക് കേട്ടോ. ഏകദേശം ഇവിടെ നിറച്ചും വീടില്ലോ. ഒറ്റ വീടുക. ഈ വീടിനുള്ളിൽ കയറിയിട്ട് എത്രാമത്തെ വീടാ? ഈ വീട്ടിലൊന്നും കയറിയിട്ട് പിന്നും പറയാമോ. ഇതൊക്കെ നമുക്ക് എടുക്കുക. ഈ ചെയറൊക്കെ നമുക്ക് അത്യാവശ്യമുണ്ട്. ചെയറൊക്കെ അല്ല എടുക്കണ്ടേ ഞാൻ. ഇതെടുക്കുക. ഒക്കെ എടുക്കാം. കിട്ടണമൊക്കെ എടുത്തോ. ഇത് നമുക്ക് ഹങ്കർ ലെവൽ ഉണ്ട് കൈസ്. അത് നോക്കണം. ലെതർ. ഈ ലെതറിൻ്റെ സാധനം കിട്ടടി. അതിപ്പോൾ എന്താ? അത് മറ്റേതാ. അയ്യോ ഹങ്ക് നോക്കി ബേറി എടുത്ത് തിന്നാ ഗൈസ്. ബേറി തിന്നാനേ പറ്റുള്ളൂ. ഇപ്പോൾ ആകായിട്ടൊന്നും പോണ വഴിക്ക് ബേറികളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് തിന്നാ. കഴുകി ഓൾഡ്. ഈ മാങ്ങ കൊണ്ടുപോകാം നമുക്ക്. ഫ്യൂവൽ ക്യാൻ കിട്ടി ഗൈസ്. നട്ട് കളയല്ലേ നമുക്ക്. ഈ ഫാൻ എടുക്കുക. പിന്നെ നമുക്ക് ഈ സാധനം ഇടുക. ഈ ഫ്യൂവൽ ക്യാൻ എന്ന് പറഞ്ഞാൽ ഈ കോളിനെക്കാട്ടിയും പവറുള്ളതാണ്. അയ്യോ ഗൈസ് പെട്ട്. നാളെ ഈ നായ്ക്കൾ കടിക്കാൻ വന്നാലേ ആകെ കൊടുക്കും. നമ്മുടെ ഹെൽത്ത് നല്ല കുറയും. ഈ ഹങ്കർ ലെവലല്ല നമ്മൾ ശരിക്കും ഹെൽത്ത്. അയ്യോ ഇവർക്ക് സാധനം എടുക്ക്. ഇവിടെ ഡ്രോപ്പ് ചെയ്യാം നമുക്ക്. അയ്യോ നൈറ്റ് സപ്പോർട്ട് ചെയ്യാം. വണ്ടിക്ക് ഓട് തള്ളി നമുക്ക് ഫ്യൂവൽ ക്യാൻ എടുത്തിട്ട് വേഗം കത്തിക്കാം. ഭാഗ്യം കത്തിച്ച് അയ്യോ വുഡൊക്കെ എത്ര നോക്ക്. ഇത്രയുണ്ട്. അയ്യോ ഹെൽത്തല്ല. ഈ ഹങ്കർ ലെവൽ കുറവായാലേ ആകെ കുടുങ്ങുന്നു. എന്തെങ്കിലുമൊക്കെ ജീവനെ കാണിക്കുക. അതിനെ കൊല്ലുന്നു. ഇപ്പോൾ ജീവന് അതാ സ്പിയറായിട്ട് വെട്ടിക്കൊല്ല. ചത്ത്. അതിൻ്റെ 2 മീറ്റ് നമുക്ക് എടുക്കാം. പച്ചക്ക് തിന്നാൻ പറ്റില്ല കേസ്. പച്ചക്ക് തിന്നാൽ നമ്മളെ ഹെൽത്ത് കുറയും. അത് ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ കുക്കറ് മോർസലാണെന്ന് പറഞ്ഞിട്ട് ആ സാധനം നമുക്ക് തിന്നാം. നമ്മളെ ഹങ്കർ ലെവലുണ്ടോ കൂടിയില്ല. നമുക്ക് ഈ ലെതറിൻ്റെ സാധനം നമ്മുടെ ഹെൽത്ത് പരമാവധി കുറക്കാതിരിക്കാൻ നോക്കുന്നു. അതൊക്കെ ഇതിൻ്റെ ഉപകാരം. നമ്മളെ 37 ഫുഡുണ്ട് കേസ്. നമുക്ക് ഈ സാധനം ഇങ്ങനെയോ വാള്
വോള് 3 കഴിഞ്ഞ്. പിന്നെ ഈ ഷെൽഫ് ഇത് ഭയങ്കര ഗുണമുള്ളതാണ്. ഇതെങ്ങനെ കണ്ടത് ഗെയിമിൽ ഏറ്റവും ഗുണമുള്ളതാണ്. കാരണം ഈ ഷെൽഫ് വാള് നമ്മൾ എത്ര ഐറ്റംസ് നോക്ക്. ലോഗ് വാള് ഇതൊക്കെ റെഡി കുറച്ച് പണിയില്ല ഗൈസ്. റെഡി ആക്കിയിട്ട് ഇതാക്കട്ടെ ഗൈസ്. രാവിലെ വരെ ഇങ്ങനെ ഈ 3 വാളും ഇങ്ങനെ സാധനം പണി ഗൈസ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ കളി ടീമിന് വരാൻ പറ്റില്ല. ഇത് ഗ്ലിച്ചാണ് ഗൈസ് ഞാൻ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ അപ്പുറത്ത് കളി ടീമിന് വെക്കും. നമുക്ക് ഇവിടുന്ന് ഈ സ്പിയർ ടീമിനെ അടിക്കുക. പക്ഷെ ഒരു നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട്. കളി ടീമൊക്കെ വരും ചിലപ്പോൾ അടുത്തിടയിലെ വരാൻ കൊണ്ടിട്ടാ ഗൈസ്. അവിടെ സാധനം കണ്ടില്ല. എന്താ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കാം. ഇവിടെ കിട്ടുന്ന എല്ലാതും പാർക്ക് ഗൈസ്. ഇവിടെ ഷെൽഫുണ്ട്. ആ ഷെൽഫ് ജസ്റ്റ് നമുക്ക് എടുക്കാം. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതെടുക്ക് സ്റ്റോർ ചെയ്യാത്ത നമുക്ക് ഇവിടെ ഇതൊന്ന് നോക്കാം. ഈ പെട്ടിനുള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കാം. പെട്ടിയിൽ ചിലപ്പം തോക്കിട്ടി ഗൈസിൻ്റെ ഡ്രീം ഗണ്ണിട്ട്. അയ്യോ ഹംഗറി. അയ്യോ എന്ത് തിന്നടാ പോവേ. നമുക്ക് ഇവനെ കൊന്നാലോ. ഡോഗിനെ കൊന്നാലോ. ചത്ത് ഗൈസ്. ഡോഗൊക്കെ ഇപ്പോഴത്തെ മൊണ്ണ. ഡോഗിനെ വരെ നമ്മളെ പേടിയാണ്. അല്ല നമുക്കല്ല ഡോഗിന് നമ്മളെ പേടിയാണ്. ഡോഗ് ഇങ്ങനെ റേറ്റ് മുട്ടാന്നുണ്ടാ. ഈ ഡോഗിനും കൂടി റേറ്റ് മുട്ടിക്കല്ലേ. വട ഹെൽത്ത് ഉണ്ട് ഗൈസ്. വോൾഫ് പെൽറ്റ് ഇല്ല. ഈ പെൽറ്റ് ആ ട്രേഡറിന് കൊടുത്ത് എന്താ കിട്ടും എന്ന് പറയുന്നു കേട്ടോ. നമുക്കത് നോക്കാം. അവിടെ പോയിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെ കിട്ടും. പിന്നെ ഈ ബണ്ണി ഫുഡ് തുറക്കാനുണ്ട്. അത് കൊടുക്കണം പറയുന്നുണ്ട് ആള്. ഈ ട്രേഡർക്ക് നമുക്ക് ഫുഡൊക്കെ നോക്കാം. ഇത് നമ്മൾ കുറച്ച് ഫുഡ് പിടിച്ചിട്ട് സ്പീക്കൊക്കെ കണ്ട. ഈ 2 സ്പീക്കാണ് കുട്ടപ്പനെ. പിന്നെ നമ്മുടെ പീപ്പറ്റാമ്പൊക്കെ അപ്പം തന്നെ എന്തോ ഇഷ്ടം. അതവിടെ വെക്കുക. ഈ പെൽറ്റ് ഇപ്പം നമുക്ക് ഫസ്റ്റത്തെ ട്രേഡ് ഓരോ ലെവലായിട്ട് ട്രേഡ് ചെയ്യാം. ഫസ്റ്റ് ട്രേഡിൽ ബണ്ണി ഫുഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കേണ്ടി. അയ്യോ മീറ്റർ തിന്നാ. ഓക്കെ ബണ്ണി ഫുഡ് കണ്ടുപിടിച്ചതിന് ശേഷം പെൽറ്റ് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് ബണ്ണി ഫുഡ് നോക്കാം. അതിൽ എന്തെങ്കിലും കിട്ടുന്നത് നമ്മളിപ്പോൾ ഓൾഡ് ആക്സും ഗുഡ് സാക്കും ഓൾഡ് ഫ്ലാഷ് ലൈറ്റും സ്പിയറും റിവോൾവർ ഗൈസ്. നമുക്ക് ഇങ്ങനെ കളിച്ചാലോ. വേണ്ട ഈ സ്ക്രീൻ കുറച്ചുകൊണ്ട് എങ്ങനെ കളിക്കാം. നമുക്ക് കണ്ട എങ്ങനെ. അയ്യോ കുഴപ്പമില്ല ഇങ്ങനെ കളിക്കലേ. ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാം. നിങ്ങളുടെ ബുദ്ധി നമ്മൾ ക്യാമ്പ് ഫയർ ഇതൊക്കെ പിന്നും സ്റ്റോർ ചെയ്യാം. പിന്നും ഇതാണ് നമുക്ക് ഫസ്റ്റ് രക്ഷിക്കാനുള്ള സിലിണ്ടർ. അയ്യോ നമുക്ക് സാധനം കാണിച്ചത് അടുത്തതാവുമ്പോഴേ കാണിച്ചു തരാൻ പറ്റില്ല. കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ എൻ്റെ സാധനം കാണിച്ചിട്ട് അവിടെ ഉണ്ടോ ഒരു പോസ്റ്റർ മാതിരി. അതെന്താ സാധനം അറിയാം. ഇത് വ്യൂ ലൊക്കേഷൻ ആക്കിയിട്ട് ഈ ജില്ലിൻ്റെ എടുത്തിട്ട് അങ്ങോട്ട് ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്. സ്റ്റോർ കാണിക്കുന്നുണ്ട്. ആ ചക്കനെ ഇതാക്കി വന്നപ്പോൾ ഇതൊക്കെ ഓടിപ്പോയി ഗെയിമിനുള്ളിൽ കയറി. ഇതാണ് ഉണ്ടായത്. ഈ സാധനം നമ്മൾ അവിടേക്ക് പോയാൽ കാണുന്ന പറയുന്നത്. അപ്പോൾ അവിടേക്കൊന്ന് പോയേക്കാം. എന്താ കാര്യം എന്നറിയണ്ടേ. അതാ ഞാൻ അറിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു കേജ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് അവർ നിൽക്കുന്നത്. ആ കുട്ടി നിൽക്കുന്നത്. ഫസ്റ്റ് ഇവിടെ നായ്ക്കളൊക്കെ ഒന്ന് കൊല്ലണം. എന്നാലും നമുക്ക് ഒക്കതിനും വെട്ടി മീറ്റാക്കി ഗൈസ്. പ്രശ്നമുണ്ട്. വരെ അവളെ ഹെൽത്ത് കൂട്ടിയിട്ട് അടുത്തവർ ഇവരും കൂടി കൊല്ലാൻ പറ്റില്ല. നമുക്ക് അടുത്ത ഈ ഹെൽത്ത് കൂടുന്ന വരെ വെയിറ്റ് ചെയ്യാം. നടക്കണം. വേറെ ഹെൽത്ത് പറഞ്ഞാൽ നമ്മൾ ചാവും. പക്ഷെ നല്ല മീറ്റ് ഇതാ. മീറ്റ് നമുക്കൊരു ഇതെങ്ങനെ ഇതിലാണ്. അതെ ട്രേഡർ വന്നോ. ട്രേഡർക്ക് എന്തെങ്കിലും കൊടുക്കും. അപ്പം തന്നെ തിന്നു.
പിന്നെ ഉള്ള നമുക്ക് സ്റ്റോറേജ് വെക്കാം. അത്ര ആദ്യം പിള്ളേർക്കല്ല ഇവിടെ ആളുകളൊക്കെ എത്ര മതി സ്റ്റോറേജ്. ഇനി ബാക്കിയുള്ളൊരു ഹെൽത്ത് കൂടി ഇനി ആരും കൂടി തട്ടിയ ചിൽഡ്രനെ രക്ഷിച്ചാൽ എന്തെങ്കിലുമൊക്കെ കഥ മുന്നോട്ട് പോകുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ജയിക്കാനും ഉണ്ടാവില്ല, ഇങ്ങനെ സർവൈവ് ചെയ്യാനും ഉണ്ടാവുള്ളൂ. സർവൈവ് ചെയ്തിട്ട് ഗെയിമിൽ കാര്യം കുട്ടിയെ റിസ്ക് ചെയ്യണം, ഗെയിമിൽ വിന്ന് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് നായ്ക്കളെ ആകർഷിക്കുക. അയ്യോ ഇപ്പോൾ തന്നെ ഹെൽത്ത് പറഞ്ഞു. അയ്യോ നായ്ക്കൾ നമ്മൾ കൊണ്ടുവരാം. ഫസ്റ്റ് റിവോൾവർ അടിച്ച് കയറുക. അയ്യോ വെടിക്ക് ഹെൽത്ത് ഉണ്ട് കേട്ടോ. വന്നിട്ടായി 2 വെടി ഒരു ഇതിന്. അയ്യോ അപ്പുറത്ത് ഹീറ്റല്ലേ ഈ ഹീറ്റ് ഞാൻ ചാവും ഗൈസ്. നമ്മുടെ ഹെൽത്ത് കൂടണം. നായിനെ വെടി വെച്ച് കൊല്ലല്ലേ, പട്ടിനെ വെടിച്ചല്ല. ഇവിടുന്ന് വെടിക്കാൻ പറ്റുമോ? തീർന്ന് ഇത്ര ഉള്ളുവാ, നീക്ക് എത്ര ഉള്ളൂടാ. കീറ ചെക്കന്മാർ ഞങ്ങളൊന്ന്. ഇനി ഇവിടെ ലോക്കാണ്, ഒരു പട്ടിനും കൂടി ഉണ്ട്. അയ്യോ ഗൈസ് രാത്രി അറ്റാക്ക് എടുക്കും ഗൈസ്. വേഗം പോ. ഇത് രാത്രി കൾട്ട് അറ്റാക്ക് എടുക്കും. യു വിൽ ബി ഗൈസ് കണ്ട അത് കൾട്ട് അറ്റാക്ക് നടക്കാൻ പോവുകയാണ് രാത്രി ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം ക്യാമ്പ് ഫാസ്റ്റ് ക്യാമ്പ് ഗൈസ്. പേടിയായി കൾട്ട് ടീം ഇതാ ഈ നൈറ്റിൽ നമ്മളെ കൊല്ലാൻ വരുമോ? ക്യാമ്പ് ഫയർ കണ്ട അത് വരുന്നു കേസ്. ഇവർ നമ്മളെ കൊല്ലാൻ വരും കേസ്. കണ്ട ഇതാണ് കേസ്. ഇത് പേടിയായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ ഒരു ഹാക്ക് ആയിട്ടുണ്ട്, ഇങ്ങനെ ഏറെ ഇതിനെ കൊണ്ട് പഠിക്കുന്നു. ഇനി ഒരു ഓരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മോൺസ്റ്റർ ഉണ്ടോ? അതാണ് കളിക്കുന്ന ആൾക്കാരെത്തും. അതെത്തിയിട്ട് കേസ് ഇവർ നമുക്ക് വെടി ചൊല്ലാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് അവിടെ ഇവിടെ ഉണ്ടാ. അതാ ചാർജ് വലിയൊരു ചാടത്തിന് ഓരോ ഇനി റീലോഡ് തീർക്കാം. ഓരോ ഓടിൻ്റെ ചാൻസ് ഇല്ലല്ലോ. ഞാൻ കളിച്ച 3 ആൾക്കാരെ നല്ല ടോട്ടൽ ഉണ്ടായിരുന്നു. 2 ആൾക്കാരുന്നു. അപ്പോൾ ഇത് നമ്മൾ ലക്ക് ഇങ്ങനെ ട്രേസ് ചെയ്യുക. പിന്നെ വേറെ കാര്യമില്ല കേസ്, ഒരു കോമഡി കാര്യമാണ്. ഇവരെ ഡ്രാഗ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇതാക്കട്ടെ.